ഹലോ മച്ചന്മാരെ, നമ്മൾ കുട്ടികൾ അവിടെ നിൽക്കട്ടെ, വലിയ ആൾക്കാരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ആരാണെന്ന്. അധിക പേരും പറയുന്നത് ഒരു പേരായിരിക്കും, ആ പേരാണ് സ്പൈഡർമാൻ. അപ്പോ സ്പൈഡർമാന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ ഞാൻ കുറെ ദിവസം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചു ഒരു പ്രശ്നവുമില്ല, ഈ വീഡിയോ കണ്ടോളൂ. പിന്നെ സ്പൈഡർമാന്റെ ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയോടുണ്ട്, വില്ലനായിട്ട് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ വെനം തന്നെയാണ്. ആ ഒരു പേര് കേൾക്കുമ്പോൾ പലരുടെയും രോമം എഴുന്നേറ്റ് നിൽക്കാൻ വരെ സാധ്യതയുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കഥയിൽ നമ്മുടെ വെനം വില്ലനാണ്. എന്തായാലും കഥ അടിപൊളിയായിരിക്കും, ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരികയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ രണ്ടാമത്തെ ചാനൽ നല്ലൊരു അടിപൊളി കഥ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വലിയ കഥയാണ് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് പറ്റെങ്കിൽ അതൊന്നും പോയി കാണുക കേട്ടോ. എന്നാൽ നമുക്ക് ഈ കഥ അങ്ങോട്ട് ആരംഭിക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പോകാം നമുക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക്. കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്റർ പാർക്കറിനെയാണ് കാണിക്കുന്നത്. അവനിങ്ങനെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാ കുട്ടികളും സ്പൈഡർമാനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്, കാരണം സ്പൈഡർമാന് ഇവൻ തന്നെയല്ലേ. അങ്ങനെ ഇപ്പൊ പാർക്കറിന്റെ ലൈഫ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ സൈഡിൽ ഓരോ ജോലിയൊക്കെ ചെയ്ത് പഠനവുമായിട്ട് അവനിങ്ങനെ പോവുകയാണ്. പിന്നീട് എന്നത്തെയും പോലെ തന്നെ അവന്റെ കാമുകിയായിട്ടുള്ള MJയുടെ ആ ഒരു പരിപാടി കാണാൻ വേണ്ടി പോവുകയാണ്. അത് ആസ്വദിക്കുകയാണ് കേട്ടോ. ആ കൂട്ടത്തില് ആ പരിപാടി കാണാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഹാരി വരുന്നത്. പക്ഷെ ഹാരിയും പാർക്കറും ഇപ്പൊ അത്ര നല്ല ബന്ധത്തിലല്ല. കാരണം എന്താണ്, ഹാരിയുടെ അച്ഛൻ മരിച്ചതിന് കാരണം, അല്ലെങ്കിൽ അച്ഛനെ കൊന്നത് പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആണെന്നാണ് ഇപ്പൊ ഹാരി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഇവര് പോകുന്ന സമയത്ത് ഹാരിയുടെ അടുത്തേക്ക് പാർക്കർ പോകുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് ആക്കാതെ തന്നെ പോവാണ്. പിന്നീട് പാർക്കർ നേരെ ഗ്രീൻ റൂമിലേക്ക് പോവാണ്. ആരെ കാണാനാ? MJയെ കാണാൻ തന്നെ, മേരി ജെയിനെ കാണാൻ. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കാനായിട്ട് എന്തായാലും രണ്ടുപേരും വിവാഹിതരാവാൻ വേണ്ടി പോവാണ്. പാർക്കർ വൈകാതെ തന്നെ ആ ഒരു കാര്യം അവൾക്ക് അവതരിപ്പിക്കാനും പോവാണ്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിയുടെ വീട്ടിലാണ്. അവനിപ്പോ അവന്റെ അച്ഛൻ കണ്ടുപിടിച്ച ആ ഒരു മരുന്ന് ശരീരത്തിലേക്ക് കുത്തിവെക്കാണ്. അവൻ എക്സ്ട്രീം സ്ട്രോങ് ആയിട്ട് വരികയാണ്. അവന്റെ മനസ്സിൽ തീരാത്ത പകയാണ്, അതുപോലെ തന്നെ ദേഷ്യവും. പാർക്കറിനെ കൊല്ലണം, സ്പൈഡർമാനെ ഇല്ലാതാക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമേ അവനുള്ളൂ. ഇപ്പൊ ആ ഒരു മരുന്ന് ശരീരത്തിൽ കയറ്റിയത് കൊണ്ട് തന്നെ അവൻ ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ പീറ്ററും MJയും കൂടി കാടിന്റെ ഒരു ഭാഗത്തേക്ക് പോകാൻ കേട്ടോ. കുറച്ചു നേരം ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാടിന്റെ തന്നെ ഏകദേശം അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ആകാശത്ത് നിന്നും എന്തോ ഒരു സാധനം വന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ കാര്യമൊന്നും പാർക്കർ MJ അറിയുന്നില്ല. ആ വന്നു വീണ സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിംബയോട്ട് തന്നെ, വെനം തന്നെ. അതിപ്പോ ആ ഒരു ഉൽക്കയുടെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ പൊട്ടി പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഇതേ സമയം തന്നെ പാർക്കറും MJയും കൂടിയിട്ട് അവരുടെ ബൈക്കിൽ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോഴേക്കും ആ ഒരു സാധനം, ആ ഒരു സിംബയോട്ട് അവരുടെ ആ ഒരു ബൈക്കിലേക്ക് ചാടി കയറിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ആ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ജയിലിൽ നിന്നും ഒരു ക്രിമിനൽ ചാടിയിട്ടുണ്ട്, ജയിലിൽ ചാടിയിട്ടുണ്ട്. അവന്റെ പിന്നാലെ തന്നെ പോലീസുകാരുണ്ട് കേട്ടോ. ആ ഒരു പുള്ളിയുടെ പേരാണ് ഫ്ലിൻ മാർക്കോ. കൊട്ടൂരനായിട്ടുള്ള ഒരു കുറ്റവാളി തന്നെയാണ്. എന്തായാലും നമുക്ക് അവനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. മാർക്കോ ഇപ്പൊ നേരെ പോലീസുകാരുടെ കണ്ണെല്ലാം വെടിച്ചിട്ട് അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവനിപ്പോ വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ മകനുണ്ട് കേട്ടോ, ചെറിയ പ്രായമുള്ളൂ, 5-6 വയസ്സുണ്ടാവുള്ളൂ. അവനിങ്ങനെ നോക്കി വെക്കുകയാണ്. അപ്പൊ അവന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരികയാണ്. ഭാര്യ പറഞ്ഞു, മാർക്കോ ദയവ് ചെയ്ത് നീ ഈ വീട്ടിൽ നിന്ന് പോകണം, പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്റെ മോനും ഇതിന്റെ പേരിൽ എനിക്ക് കഷ്ടപ്പെടാൻ കഴിയില്ല. ഇപ്പൊ മാർക്കോ ആകെ വിഷമത്തിലാണ് കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറുകയാണ്. ഇപ്പൊ മകന്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, മോനെ അച്ഛൻ ഒരു ദുഷ്ട മനുഷ്യരല്ല, പക്ഷെ അച്ഛന്റെ സാഹചര്യങ്ങൾ അതുപോലെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ നിന്നെ കാണുന്നത്. ഇപ്പൊ മാർക്കോയുടെ മകന് അവന് വേണ്ടിയിട്ട് ഒരു ചെറിയ മാല കൊടുക്കാൻ കേട്ടോ, ഒരു ചെയിന്. അതുമായിട്ട് പെട്ടെന്ന് തന്നെ മാർക്കോ അവിടുന്ന് പോവാണ്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് പാർക്കർ ഇപ്പൊ അവന്റെ ആന്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. പാർക്കർ എന്നത്തേനേക്കാട് സന്തോഷവാനാണെന്ന്, കാരണം MJയോട് അവന്റെ പ്രണയം തുറന്നു പറയാൻ പോവാണ്. പ്രണയമല്ല, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ആ കാര്യം പറയാൻ പോവാണ്. ഇപ്പൊ അവന്റെ ആന്റി, നല്ല കാര്യമാണല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം അവളങ്ങ് അറിയിച്ചേക്ക് കേട്ടോ പാർക്കറെ. അവനിപ്പോ സന്തോഷത്തോടു കൂടി തന്നെ അവന്റെ റൂമിലേക്ക്, ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. പെട്ടെന്ന് എന്തോന്ന് വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യാണ്. പിന്നീട് പീറ്റർ പാർക്കറിന് ആ ഒരു സാധനം വന്നിട്ട് തൂക്കി എടുത്തുകൊണ്ട് തന്നെ ഒരു ബിൽഡിങ്ങിന്റെ ചുമരിലേക്ക് ഒരു എറ്റേറ് കൊടുക്കാൻ കേട്ടോ. അത് തകർന്ന് അതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കെടുക്കാണ് ഇപ്പൊ പാർക്കർ ഇപ്പൊ നോക്കുമ്പോ അവൻ ഞെട്ടിപ്പോയി, കാരണം അത് ഹാരി ആയിരുന്നു. അവന്റെ അച്ഛന്റെ സ്യൂട്ടും അതുപോലെ തന്നെ ആ ഒരു മരുന്നും ശരീരത്തിലേക്ക് കയറ്റിയിട്ട് ഒരു ഉഗ്ര കോപിയായിട്ട്, ദേഷ്യക്കാരനായിട്ട്, കോപക്കാരനായിട്ട് അവനിങ്ങനെ വന്ന് നിൽക്കാണ്. ഇപ്പൊ പാർക്കർ പറയുന്നുണ്ട്, ഹാരി നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങള്, അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ ആയുധം കൊണ്ടാണ്, ഞാനല്ല അദ്ദേഹത്തെ കൊന്നത്. ഇപ്പൊ ഹാരി പറയാണ്, നീ ഒന്നും പറയണ്ട, നിന്നെ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞിട്ട് കലിയെടുത്ത് വരികയാണ് കേട്ടോ. പീറ്ററിന് അവൻ എതിർക്കല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. ഹാരി അവന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബോള് പോലത്തെ ബോംബ് ഉണ്ടല്ലോ, അതിപ്പോ പീറ്ററിന് നേരെ പ്രയോഗിക്കുന്നുണ്ട്. അതിനെല്ലാം പരമാവധി തന്നെ പീറ്റർ എതിർക്കുകയാണ് കേട്ടോ, തട്ടിത്തെറിപ്പിക്കുകയാണ്. പെട്ടെന്നുണ്ടായ ഒരു ബ്ലാസ്റ്റില് ഇപ്പൊ ഹാരിക്കൊന്ന് കണ്ണ് കാണാൻ വയ്യാതെ കേട്ടോ. അവനിപ്പോ കൈകൊണ്ട് മുഖം പൊത്തി നിൽക്കുന്ന അതേ സമയം തന്നെ അവനിപ്പോ ഒരു കയറില്, അല്ല സ്പൈഡർമാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു വലയിൽ ചെന്ന് തട്ടുകയാണ്. അവൻ ആ ഒരു മെഷീന്റെ മുകളിൽ നിന്നും താഴേക്ക് പോവാണ് കേട്ടോ. അത്രയും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണത് കൊണ്ട് തന്നെ അവന്റെ ബോധം നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് നല്ല പരിക്ക്
തലക്കേറ്റിട്ടുണ്ട്. ഒരുപാട് തവണ പാർക്കർ അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ എഴുന്നേറ്റില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം കൂട്ടുകാരനല്ലേ. വേഗം തന്നെ അവനുമായിട്ട് ഇപ്പൊ പാർക്കർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഐസിയുലേക്ക് കയറ്റാണ്. ഡോക്ടേഴ്സ് എല്ലാം ഇപ്പൊ ഹാരിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് വളരെ വലിയൊരു കാര്യം കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഫ്ലിന്റ് മാർക്കോയുടെ പിന്നാലെ തന്നെ ഇപ്പൊ പോലീസുകാരുണ്ട്. ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗേറ്റിന്റെ ഉള്ളിലേക്ക് അതെന്താണെന്ന് പോലും നോക്കാതെ മാർക്ക് എടുത്ത് ചാടുകയാണ്. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു കുഴിയിലേക്ക് അവൻ ചെന്ന് വീഴാണ്. അവൻ അറിയില്ലായിരുന്നു അതൊരു ലാബായിരുന്നെന്ന്. ലാബല്ല, ഒരു പരീക്ഷണശാലയായിരുന്നെന്ന്. അതിൽ നിറയെ മണലും അതുപോലെ തന്നെ എന്തോ ഒരു മിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പരീക്ഷണം നടത്താനായിട്ട് തന്നെ കുറച്ച് ആളുകൾ മറ്റെവിടെയോ തയ്യാറായി നിൽക്കുകയാണ്. അവർക്കറിയില്ല ഇതിലൊരു മനുഷ്യൻ വീണ് കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് അത് വർക്കാവാൻ തുടങ്ങുകയാണ് കേട്ടോ. ആ ഒരു മണലിന്റെ ഇടയിലും അതുപോലെ തന്നെ ആ ഒരു മിഷന്റെ ഇടയിലും മാർക്കോ പെട്ടു പോവുകയാണ്. അതിവേഗത്തിലായിരുന്നു ആ ഒരു മിഷൻ കറങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മണലിന്റെ പാർട്ടിക്കിൾ ഈ മാർക്കോയുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അത് DNA-യിലേക്ക് വരെ തുളച്ച് കയറാൻ തുടങ്ങി. അത് അതിനെ മാറ്റാൻ തുടങ്ങി. പതിയെ പതിയെ മാർക്കോ ആ മണല് പോലെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പൊടി പോലെ അതിൽ അലിഞ്ഞു ചേരുകയാണ്. ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന പാർക്കറിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഹാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കൊടുക്കാണ്. അതായത് ബോഡിയിൽ അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്, കഴുത്തിനൊക്കെ നല്ല പരിക്കുണ്ട്. അതുപോലെ തന്നെ അവന് ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് ടൈം മെമ്മറി ലോസോ? ഇപ്പൊ പാർക്കർ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ് അതായത് ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് പാർക്കറും അതുപോലെ തന്നെ മേരി ജെയിനും കൂടിയിട്ട് ഹാരിയെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അവനെ കണ്ട സമയത്ത് തന്നെ ഹാരി ചിരിക്കാണ്. അതിന് കാരണം അവന് ഓർമ്മ നഷ്ടമായിട്ടുണ്ട്. ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങൾ അതൊന്നും അവനിപ്പോ ഓർമ്മയില്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഹാരി പാർക്കറിന്റെ അടുത്തും MJയോടും സംസാരിക്കുകയാണ്. കാരണം ഇന്നലെ നടന്ന സംഭവങ്ങളും ഈ അടുത്ത കാലത്തുള്ള ഒരു കാര്യം ഓർമ്മയില്ലല്ലോ, ശത്രുതയോ ഒന്നും മനസ്സിലില്ലല്ലോ. പഴയ കൂട്ടുകാരനാണ് പാർക്കർ, ഉറ്റ ചങ്ങാതിയാണ്. ആ ഒരു രീതിയിൽ തന്നെ സംസാരിക്കാൻ കേട്ടോ. ഇപ്പൊ പാർക്കറിനും ഹാപ്പിയാണ്. അവൻ അവിടെ തിരിച്ചു പോവാണ് ഇപ്പോ. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഇന്നലെ മാർക്ക് ചെന്ന് വീണിട്ടുള്ള ആ ഒരു ലാബിലെ കുഴിയില്ലേ അവിടെ കാണിക്കുകയാണ് കേട്ടോ. അവിടെ ഇപ്പൊ ആ ഒരു മിഷൻ വർക്കാവുന്നതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇപ്പൊ മുഴുവൻ മണലാണ്. പതിയെ പതിയെ ആ മണലിന്റെ തരികളൊക്കെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടേക്കോ അതെല്ലാം പോയി കൂടി ചേരുകയാണ് കേട്ടോ. ഒരു മനുഷ്യരൂപത്തിലേക്ക് പതിയെ പതിയെ അത് വരികയായിരുന്നു. വ്യക്തതയില്ലാത്ത എന്താ പറയാ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു രൂപമായി മാറുന്നുണ്ട്. ആ രൂപം നിലത്തുണ്ടായിരുന്ന ഒരു ചെയിൻ ഇങ്ങനെ എടുക്കുകയാണ്. പതിയെ പതിയെ അതിന്റെ ആ ഒരു വ്യക്തമായ രൂപത്തിലേക്ക് അത് വരികയാണ്. മറ്റാരുമല്ല, ഫ്ലിൻ മാർക്കോ തന്നെ. അതെ, ഇന്നലെ നടത്തിയ ആ ഒരു പരീക്ഷണത്തിൽ പെട്ടുപോയിട്ട് മാർക്കോയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇനി അവന്റെ പേര് സാൻഡ്മാൻ എന്നാണ് കേട്ടോ. മണൽ മനുഷ്യൻ. ഇപ്പൊ മാർക്കോ ആ ഒരു ചെയിൻ നോക്കിയിട്ട് എന്തോ ഒരു വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി അവിടുന്ന് പോവുകയാണ്. വേച്ചാണ് നടക്കുന്നത്. കാരണം പുതിയതായിട്ട് വന്ന മാറ്റമാണ് ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് പീറ്റർ പാർക്കറിന്റെ ആ ഒരു ഫ്ലാറ്റിലേക്ക് അവന്റെ കാമുകിയായിട്ടുള്ള മേരി ജെയിൻ വരികയാണ് കേട്ടോ. കുറച്ച് സമയം അവന്റെ കൂടെ നിൽക്കാം, സംസാരിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് വന്നത്. പക്ഷേ ഈ സമയത്തും പാർക്കർ നല്ല ബിസിയിലായിരുന്നു. അതായത് ഈ പോലീസുകാർ നഗരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കി ടോക്കിയിലൂടെ സംസാരിക്കില്ലേ, അതെന്തോ ഒരു വയർലെസ് സംവിധാനം വഴി ഈ പീറ്റർ റൂമിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസുകാർ എന്ത് സംസാരിച്ചാലും പാർക്കർ അപ്പൊ തന്നെ അറിയും. അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ പാർക്കർ പോകും കേട്ടോ. പാർക്കർ സ്പൈഡർമാൻ ആണെന്നുള്ള കാര്യം മേരി ജെയിൻ അറിയാലോ. അതുകൊണ്ട് തന്നെ അവളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചെറിയൊരു മടുപ്പുണ്ട്. ഇവൻ എപ്പോൾ നോക്കിയാലും ഇതുപോലെ തന്നെയാണല്ലോ, ബിസി ആണല്ലോ എന്നൊക്കെയാണ് ഇപ്പൊ മേരി ചിന്തിക്കുന്നത്. ഇപ്പൊ ഈ പാർക്കർ കേട്ട അപകടം അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ക്രെയിന് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രശ്നത്തിലേക്ക് അങ്ങ് പോകാം. ഇപ്പൊ ഒരു ഫ്ലാറ്റിന്റെ ഉള്ളിൽ 2-3 പെൺകുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ, അതിലൊന്ന് നമ്മുടെ പാർക്കറിന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള മെസ്സിയാണ് കേട്ടോ. ഇപ്പൊ ഇവരിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രെയിനിന്റെ കഷ്ണം അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് വിചാരിക്കണം അല്ല ഇതെന്താ ഇങ്ങനെ വരുന്നത്, ഇത് ഈ ബിൽഡിംഗ് തകർക്കാനായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ പോയിട്ടുണ്ട് എന്നൊന്നും ഇവർ അറിയുന്നില്ല കേട്ടോ. ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടും ആ ഒരു ക്രെയിൻ തകർക്കുകയാണ്. അത് തകർന്നുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മേഴ്സിയും 1-2 ആൾക്കാരും അതിൽ പെട്ടുപോകാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു, പക്ഷെ മേഴ്സി അതിൽ പെട്ടുപോയിട്ടുണ്ട്. താഴേക്ക് വീഴാനായി തൂങ്ങിക്കെടുക്കുകയാണ്. ആ സമയത്തെല്ലാം താഴെ ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരാൾ കൂടി വരികയാണ്, എഡ്ഡി ബ്രോക്സ്. ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വെനത്തിലെ എഡ്ഡി ബ്രോക്സ് തന്നെ. പക്ഷേ ആ എഡ്ഡി അല്ല കേട്ടോ, ഈ എഡ്ഡി ഇത് മറ്റൊരു യൂണിവേഴ്സിലെ എഡ്ഡിയാണ്. അതെല്ലാം പോട്ടെ. ഇപ്പൊ എഡ്ഡി അങ്ങോട്ടേക്ക് വന്നിട്ട് മുകളിലെ ആ തൂങ്ങിക്കെടുക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അത് അവന് കാമുകി തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ടെൻഷനൊന്നും അവന്റെ മുഖത്തില്ല. അവന് വേണ്ടി ഇത് നല്ല ഫോട്ടോസ് ആയിരുന്നു. അത് വിറ്റ് കാശാക്കല് മാത്രമായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ എത്തുന്നത്. അത്യാവശ്യം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ തൂങ്ങിക്കിടക്കുന്ന ഈ മേഴ്സിയെ രക്ഷിക്കുകയാണ്. അവളെന്നെ ആകെ കൂക്കി വിളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പൊ അവളെ താഴെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ എഡ്ഡി ബ്രോക്സ് ഇപ്പോൾ സ്പൈഡർമാന്റെ അടുത്തേക്ക് വരികയാണ്. അവരൊന്ന് നിർത്തിയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്. പിന്നെ എഡ്ഡി പറഞ്ഞു, സ്പൈഡർമാനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ഫോസ് എനിക്ക് തരണം കേട്ടോ. അതിനെന്താ ഞാൻ തരാലോ എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാൻ ഇപ്പൊ പെട്ടെന്ന് തന്നെ അവിടുന്ന് പാറി അങ്ങോട്ട് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജെയിംസിന്റെ ആ ഒരു പത്രം ഓഫീസിലാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ
തന്നെ പുതിയ വാർത്ത ട്രെൻഡിങ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് നടക്കുകയാണ് ജെയിംസ്. ഇപ്പോ ഇങ്ങനെ പിരാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ എഡ്ഡി ബ്രൂക്സ് ഉണ്ടല്ലോ, കുറച്ച് ഫോട്ടോസുമായിട്ട്, അതായത് ഇപ്പൊ നടന്ന അപകടത്തിൽ സ്പൈഡർമാൻ ആ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച ആ ഒരു ഫോട്ടോസ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. വില പേശിയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെയാണ് അതേ ഫോട്ടോസുമായിട്ട് നമ്മുടെ പാർക്കർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലിയുടെ കാര്യത്തിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഒരു തർക്കം വരികയാണ്. ഈ സമയത്ത് ജെയിംസ് പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, സ്പൈഡർമാനെ കുറിച്ചുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആര് കൊണ്ടുവരുന്നു അവർക്കായിരിക്കും കൂടുതൽ പണവും അതുപോലെ തന്നെ ഈ ജോലിയും. തീർച്ചയായിട്ടും ഞാൻ തന്നെ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എഡ്ഡി ബ്രൂക്സ് അവിടുന്ന് പോകാൻ കേട്ടോ. ഇപ്പൊ അവൻ പോകുമ്പോൾ നമ്മുടെ പാർക്കർ പറയുന്നുണ്ട്, ഒരിക്കലും നിനക്ക് അങ്ങനെ ഒരു ഫോട്ടോ കിട്ടില്ല കേട്ടോ, സ്പൈഡർമാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, അതൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ എഡ്ഡി ബ്രൂക്സ് ഇപ്പൊ അവിടുന്ന് പോവാണ്. പിന്നീട് പീറ്റർ പാർക്കർ നേരെ ചെല്ലുന്നത് അവന്റെ ഒറ്റ ചങ്ങാതിയായിട്ടുള്ള ഹാരിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവനിപ്പോ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ഈ പാർക്കറിനോടുള്ള ശത്രുതയോ ഒന്നും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പാർക്കർ ആ ഒരു കട്ടില് കാണുകയാണ്. അവന്റെ ഓർമ്മയിലേക്ക് പഴയ കാര്യങ്ങൾ വരികയാണ് കേട്ടോ. എന്താ, കഴിഞ്ഞ പാർട്ടിലെ വില്ലൻ അവനെ കെട്ടിയെടുത്തുകൊണ്ട് തന്നെ ഈ ഹാരിയുടെ മുന്നിൽ ചെന്ന് കൊണ്ട് ഇട്ടുകൊടുത്തിരുന്നു. അതിലൂടെയാണ് സ്പൈഡർമാൻ പാർക്കർ ആണെന്നുള്ള കാര്യം ഹാരിക്ക് മനസ്സിലായതൊക്കെ. എന്തായാലും ആ ഒരു വീഴ്ചയിൽ തൽക്കാലത്തേക്ക് ഇതെല്ലാം അവൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ MJ ആണ്, മേരി ജെയിനെ. അവളിപ്പോ ആ ഒരു നാടകശാലയിലേക്ക് പോകുമ്പോൾ അവൾക്ക് പകരം മറ്റൊരു ലേഡിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് അവളുടെ ജോലി നഷ്ടമായിരിക്കുന്നു. ആ ഒരു വിഷമത്തിൽ തന്നെ അവൾ പുറത്തേക്ക് വരികയാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് വലിയ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്പൈഡർമാനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ എന്താ പറയാ ഈ ബൊമ്മകളൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സെലിബ്രേഷൻ. അവിടെ തന്നെ ഇപ്പൊ പാർക്കർ ഉണ്ട്, അതുപോലെ തന്നെ MJ ഉണ്ട്. അവിടുത്തെ ഓരോ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ട് തന്നെ എന്താ പറയാ അവനെ കുറിച്ച് തന്നെയല്ലേ ആൾക്കാർ ഈ പറയുന്നത്. അവൻ തന്നെയല്ലേ സ്പൈഡർമാൻ. ആ ഒരു സന്തോഷമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേട്ടോ അവൻ അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ആ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ, മേഴ്സി. അതായത് ഇപ്പൊ സ്പൈഡർമാൻ രക്ഷിച്ചിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് ഈ പീറ്ററിന്റെ ഒരു ക്ലാസ്മേറ്റ് കൂടിയാണ്. അവളിപ്പോ അങ്ങോട്ട് പോകുന്നത് ഇവിടുത്തെ സംസാരിക്കുന്നുണ്ട്. ഈ നേരം തന്നെ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഈ മാർക്കോ ഉണ്ടല്ലോ, ഫ്ലിന്റ് മാർക്കോ, അവനിങ്ങനെ നടന്നു പോവാണ്. പോലീസുകാർ ശ്രദ്ധിച്ചു, ഇവനല്ലേ ആ ഒരു ജയിൽ ചാടിയ മാർക്കോ, ഒരു കൂസലും ഇല്ലാതെ ഇവനെന്തെങ്കിലും നടക്കുന്നത്. അങ്ങനെ ഈ പോലീസുകാർ മാർക്കോയുടെ പിന്നിൽ ചെല്ലുകയാണ് കേട്ടോ. ഒരു ട്രക്കിന്റെ ഭാഗത്ത് വെച്ച് പെട്ടെന്ന് മാർക്കോ അങ്ങ് കാണാതാവുകയാണ്. പോലീസുകാർക്ക് മനസ്സിലായി അതിന്റെ ഉള്ളിലേക്ക് മാർക്കോ കയറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതിന്റെ മുകൾ ഭാഗം ചെന്ന് തുറക്കുകയാണ്. അപ്പൊ അവർ കണ്ട കാഴ്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ മണലായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു പോലീസുകാരൻ വിചാരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലേക്ക് അവൻ കയറിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂമ്പയെടുത്ത് ആ മണലിൽ കുത്താൻ നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നും ഒരു കൈ വന്ന ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ് ആ പോലീസുകാരനെ. നാട്ടുകാരൊക്കെ ആകെ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ആ ട്രക്കിന്റെ ഉള്ളിലെ മണലുകളൊക്കെ ഒരു വലിയ രൂപമായിട്ട് മാറുകയാണ്, ഒരു മണൽ രാക്ഷസനായി മാറുകയാണ്. പോലീസുകാരൊക്കെ അതിന് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരെല്ലാം ഇടിച്ച് തെറിപ്പിച്ചു കളയാണ് ആ ഒരു ഭീകരൻ സാൻഡ്മാൻ, മണൽ മനുഷ്യൻ. ഇതേ സമയം തന്നെ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ പീറ്റർ പാർക്കർ വേഷം മാറിയിട്ട് സ്പൈഡർമാനായി വന്നിട്ടുണ്ട്. ഇപ്പൊ സ്പൈഡർമാന്റെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഹാപ്പിയിലാണ്. MJ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളിപ്പോ നേരെ ഹാരിയുടെ അടുത്തേക്കും പോവാണ്. അപ്പൊ ഇവരിങ്ങനെ നോക്കുമ്പോണ്ട് ആകാശത്തിലൂടെ മണലിന്റെ ഒരു വലിയ കാറ്റിങ്ങനെ പാറി വരികയാണ്. എല്ലാവരും ആകെ ഭയന്നു പോയി, കാരണം അതിന്റെ വരുത്തൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ സ്പൈഡർമാന് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ സ്പൈഡർമാൻ പോവുകയാണ്. അവൻ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു മണലെല്ലാം കൂടി ചേർന്ന് ഒരു മനുഷ്യനായി മാറിയിട്ട് ഒരു ബാങ്കിന്റെ മുന്നിലേക്കായിരുന്നു അവൻ പോയിരുന്നത്. അവിടെ വെച്ച് ആ ബാങ്കിലേക്ക് കൊണ്ടുവന്ന പൈസ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ മണൽ മനുഷ്യൻ മാർക്കോ. ഇപ്പൊ സ്പൈഡർമാൻ ആ ഒരു ട്രക്കിന്റെ ഉള്ളിലേക്ക് ചാടി വീഴുകയാണ് കേട്ടോ. മര്യാദക്ക് ആ പൈസ എല്ലാം അവിടെ വെച്ചെന്ന് പറയാണ്. മാർക്കോയുടെ മുഖം വ്യക്തമായിട്ട് തന്നെ സ്പൈഡർമാൻ ഇപ്പൊ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മാർക്കോ അവന്റെ കൈ ഒരു മണല് പോലെ ആക്കിയെടുത്ത് വലിയ കൈ ആക്കിയിട്ട് സ്പൈഡർമാൻ ഇട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. സ്പൈഡർമാൻ വെറുതെ ഇരിക്കുമോ. പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും തമ്മിൽ ഒരു ഉഗ്രം ഫൈറ്റ് തന്നെ നടക്കുകയാണ് കേട്ടോ. പിന്നീട് മാർക്കോയ്ക്ക് മനസ്സിലായി ഇവിടെ അധികം നേരം നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അവിടെ സ്കൂട്ടാവുകയാണ് മാർക്കോ. ഇപ്പോ ഇതേ സമയം തന്നെ സ്പൈഡർമാനും അവിടെ നിന്നും പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മുഖംമൂടിയും അതുപോലെ തന്നെ ചെരുപ്പെല്ലാം ഉരി നോക്കുമ്പോൾ നിറയെ മണലാണ്. ഇതെന്ത് മനുഷ്യനാണ്, ഇമ്മാരി ആൾക്കാർക്ക് എവിടുന്നാ വരുന്നത് എന്നൊക്കെ സംശയിക്കുകയാണ് ഇപ്പൊ സ്പൈഡർമാന്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ സ്പൈഡർമാന് അല്ല പീറ്റർ പാർക്കർ ഒരു വലിയ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ഇപ്പൊ ചെറിയൊരു ടേബിൾ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിലൊരു മോതിരം ഉണ്ട് കേട്ടോ. അതായത് ഇന്ന് രാത്രി പാർക്കറിന് അവളോട് MJയോട് ചോദിക്കണം എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്ററിന്റെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്യാണ്. അവള് വരുമ്പോ ഞങ്ങൾക്ക് കുടിക്കാൻ തരുന്ന ആ ഒരു വൈനിൽ ഈ ഒരു മോതിരം ഇട്ടുകൊണ്ട് വരണം കേട്ടോ. അതുപോലെ തന്നെ അവള് വരുന്ന സമയത്ത് ഈ ഒരു മ്യൂസിക് വായിക്കണമെന്നും അയാൾക്ക് പറയുന്നുണ്ട്. എല്ലാം സെറ്റാക്കി തരാന്ന് അയാളും പറഞ്ഞു. ഇപ്പൊ മേരി ജെയിനും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഓൾറെഡി അവൾക്കൊരു ടെൻഷൻ ഉണ്ട് ജോലി പോയത്. അതുപോലെ തന്നെ സ്പൈഡർമാൻ വല്ലപ്പോഴൊക്കെ അവളുടെ അടുത്തേക്ക് വരാറുള്ളൂ. അതായത് പാർക്കർ അവന്റെ തിരക്കുകൊണ്ട് തന്നെ ഇപ്പൊ അവൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവള് ചോദിക്കുന്നുണ്ട് അല്ല പാർക്കർ നിനക്ക് ഇതൊക്കെ താങ്ങാൻ കഴിയോ, വലിയ എക്സ്പെൻസ് അല്ലേ ഇതൊക്കെ. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇപ്പൊ എന്താ പറയാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ പീറ്റർ പാർക്കർ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വെയിറ്റർ എടുത്ത് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ മേരി ജെയിന് ആരുടെ ഈ കൈ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അത് സംശയത്തോടു കൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ യാദൃശികമായിട്ട് തന്നെ ആ ഒരു മേഴ്സി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവളോടാണ് കൈ കാണിക്കുന്നതെന്ന് ഈ മേരി ജെയിൻ തെറ്റിദ്ധരിക്കുകയാണ്. എല്ലാം കൂടി ആയപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളിപ്പോ വഴക്കിട്ടുകൊണ്ട് തന്നെ അവിടുന്ന് പോകുകയാണ് കേട്ടോ. ആകെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആകെ വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിക്കൊണ്ട് തന്നെ പീറ്റർ പാർക്കർ ഇപ്പൊ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോവാണ്. ആ സമയത്താണ് അവനൊരു കോഡ് വരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു കേട്ടോ.
പെട്ടെന്ന് തന്നെ ആന്റിയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ പോലീസുകാർ പറയുകയാണ്, നിന്റെ അങ്കിൾ ബെന്നിനെ കൊന്നത് അന്ന് മരണപ്പെട്ട ആ ഒരു കള്ളനല്ല, അത് ഇവനാണ്, മാർക്കോയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാൻഡ്മാന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ പീറ്ററിന്. അന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ശരിക്കും ആ ഒരു കൊലപാതകം നടത്തിയത് ഈ മാർക്കോയാണ്. ഇപ്പൊ പാർക്കറിന് ആകെ ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ, എപ്പോഴും ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ, ഒന്നും മര്യാദക്ക് ചെയ്യില്ലല്ലോ. അന്ന് ആ ഒരു കള്ളനാണ് കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയാളുടെ പിന്നാലെ ചേസ് ചെയ്തില്ലേ. പാർക്കർ ആകെ ടെൻഷൻ ആകാണ് കേട്ടോ. അതായത് പാർക്കർ അയാളെ അങ്ങോട്ട് പോയി അന്ന് കൊന്നു കളഞ്ഞില്ലേ, പക്ഷെ അയാളല്ലല്ലോ യഥാർത്ഥ പ്രതി, മാർക്കോയല്ലേ. ഭയങ്കര കലിപ്പിലും ദേഷ്യത്തോടു കൂടി തന്നെ പാർക്കർ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് എം ജെ വരികയാണ് കേട്ടോ. എം ജെ പറയുകയാണ്, ഞാൻ ഇന്നലെ നടന്ന സംഭവത്തിന്റെ ആ ഒരു കാര്യമൊന്നും വിശദീകരിക്കാനല്ല ഇങ്ങോട്ടേക്ക് വന്നത്. നിന്റെ ആന്റി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് കേട്ടോ. ഈ സമയത്ത് പാർക്കർ പറയുകയാണ്, എം ജെ ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ, എനിക്ക് തൽക്കാലം നിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ല പിന്നെ കുറെ ദിവസമായി ഇട്ട് ചുറ്റിക്കുന്നു എന്നൊക്കെ പാർക്കർ പറയാണ് കേട്ടോ. ഇപ്പൊ എം ജെ ചെറിയൊരു വിഷമത്തോടു കൂടി തന്നെ അവിടുന്ന് പോവാണ്. അവനിപ്പോ സ്പൈഡർമാന്റെ ആ ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ മനസ്സിൽ ആ ഒരു ദേഷ്യമാണ്, കോപമാണ്. പാർക്കർ ഇങ്ങനെയല്ല കേട്ടോ, മാർക്കോയെ കണ്ടുപിടിക്കണം, അവനെ കൊല്ലണം, ആ ഒരു ചിന്ത മാത്രമേ ഇപ്പൊ അവന്റെ മനസ്സിലുള്ളൂ. ഇതേ സമയം തന്നെ ആ മുറിയിലുണ്ടായിരുന്ന അവന്റെ ബൈക്കിൽ കയറി പറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു സിംബയോട്ടുണ്ടല്ലോ, വെനം, അവന്റെ ദേഹത്തേക്ക് പതിയെ പതിയെ കയറി വരികയാണ് കേട്ടോ. അവന്റെ ദേഷ്യവും ആ ഒരു സാധനം അവന്റെ ശരീരത്തിൽ കയറിയതും കൂടി അവൻ ആളാകെ മാറിപ്പോവാണ്. അവനിപ്പോ ബിൽഡിങ്ങിന്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ പായാണ് കേട്ടോ. എന്തോ വല്ലാത്തൊരു ശക്തി അവന്റെ ഉള്ളിലേക്ക് വന്നതുപോലെ, ഒരു പ്രത്യേക എനർജി വന്നതുപോലെയൊക്കെയായിരുന്നു അവന് ഫീൽ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഒരു സാധനത്തിന്റെ, ഈ ടാറ് പോലെ തോന്നിക്കുന്ന ഈ സാധനത്തിന്റെ ഒരു കഷ്ണവുമായിട്ട് പ്രൊഫസറുടെ അടുത്തേക്ക് പോവാണ്. എന്താണ് ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പ്രൊഫസറിന് വലിയ ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പ്രൊഫസർ ഒരു കാര്യം പറയുകയാണ്, ഈ സാധനത്തിന് ജീവിക്കണമെങ്കിൽ മറ്റൊരു ശരീരം അത്യാവശ്യമാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ സ്പൈഡർമാൻ അവന്റെ ചുവന്ന സ്യൂട്ടൊന്നും ഇടാതെ ആ ഒരു കറുത്ത സ്യൂട്ട് തന്നെ തെരഞ്ഞെടുക്കാണ് കേട്ടോ. കാരണം അത് ഇടുമ്പോഴാണ് കൂടുതൽ പവർഫുൾ, ഏറ്റവും ശക്തിയായിട്ട് തോന്നുന്നത്. അവനിങ്ങനെ രാത്രി കാലങ്ങളിൽ മാർക്കോയെ തെരഞ്ഞുകൊണ്ട് തന്നെ നഗരം മുഴുവൻ ചുറ്റിയാണ് കേട്ടോ. ആ സമയത്ത് മാർക്കോ ഒരു മോഷണം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. സ്പൈഡർമാൻ വന്ന് നോക്കുമ്പോൾ ഒരു ഓവുചാലിന്റെ ഉള്ളിലേക്ക് കുറെ മണലിങ്ങനെ പോകുന്നതായിട്ട് കാണുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഓവുചാലിന്റെ മൂടി അവൻ വലിച്ചു പറിച്ചു കളയാണ്. കറുത്ത വസ്ത്രത്തിലാണ് ഇപ്പൊ സ്പൈഡർമാൻ ഉള്ളത്. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള എഡി ബ്രോക്സ് സ്പൈഡർമാന്റെ അങ്ങനെയുള്ള ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അവൻ പറയാണ്, ഒന്നുകൂടെ ഒന്ന് ഫോഴ്സ് ചെയ്ത് തരുമോ, ഇങ്ങനെ നിൽക്കുവോ, അങ്ങനെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേഷ്യം വന്ന സ്പൈഡർമാൻ പീറ്റർ പാർക്കർ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ വിലപിടിപ്പുള്ള ക്യാമറ ഉണ്ടല്ലോ, അതെടുത്ത് വലിച്ചെറിയാണ് കേട്ടോ. പൊട്ടിച്ചെതറിപ്പോയി. എഡി ബ്രോക്സും ആകെ അന്തം വിട്ടു പോവുകയാണ് കേട്ടോ. കാരണം സ്പൈഡർമാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അവൻ അറിയില്ലല്ലോ സ്പൈഡർമാന്റെ ഉള്ളിലുള്ള ആ ഒരു ദുഷ്ടശക്തിയെ കുറിച്ച്. പിന്നീട് ടണലിന്റെ ഉള്ളിലേക്ക് സ്പൈഡർമാൻ പോവുകയാണ് കേട്ടോ. അതൊരു റെയിൽവേയുടെ ഒരു പാതയായിരുന്നു. അതിന്റെ മറ്റൊരു ഭാഗത്തോട് തന്നെ എടുത്ത് അടിച്ചു മാറ്റിയുള്ള ആ ഒരു പണവുമായിട്ട് മാർക്കോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന് തോന്നുന്നുണ്ട് എന്തോ ഒന്ന് അവന്റെ പിന്നിലൂടെ പിന്തുടർന്ന് വരുന്നുണ്ടെന്ന്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ആ സാധനം വരികയാണ്. അതായത് സ്പൈഡർമാൻ അവന്റെ ആ ഒരു കറുത്ത രൂപത്തെ ഈ മാർക്കോയെ കാണിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവൻ ഞെട്ടിപ്പോവാണ്. ഇപ്പൊ മാർക്കോയും അവന്റെ ആ ഒരു എന്താ പറയാ മണൽ മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നിട്ട് സ്പൈഡർമാൻ അറ്റാക്ക് ചെയ്യാണ് കേട്ടോ. നിനക്ക് എന്താടാ എന്റെ അടുത്ത് നിന്ന് വേണ്ടത് എന്നിപ്പോ മാർക്കോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സ്പൈഡർമാൻ മാർക്കോയുടെ മുഖത്ത് നോക്കി ചോദിക്കാണ്, നിനക്ക് ഓർമ്മയുണ്ടോ ബെൻ പാർക്കറെ? ആ പേര് കേട്ട സമയത്ത് മാർക്കോ ഒന്ന് ഞെട്ടിപ്പോയി. അവന്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. അതേ സമയത്ത് തന്നെ സ്പൈഡർമാൻ അവനെടുത്ത് അലക്കാണ്, ഇടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പൂരം ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഈ സാൻഡ്മാനും മണൽ മനുഷ്യൻ താഴേക്ക് വീഴാണ്. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തട്ടിയിട്ട് അവന്റെ ശരീരം ആകെ പൊതിർന്നു പോവാണ്. അതുകൊണ്ട് തന്നെ അലുത്തലുത്ത് അതിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട സമയത്ത് തന്നെ സ്പൈഡർമാൻ അവന്റെ ബലഹീനത മനസ്സിലാക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ വലിയൊരു പൈപ്പ് തന്നെ പൊട്ടിച്ചു കളയാണ്. അതിൽ നിന്നും ഒരുപാട് ജലം ഇപ്പൊ മാർക്കോയുടെ നേരെ പോവാണ് കേട്ടോ. ആ ഒരു വെള്ളത്തിൽ പെട്ടിട്ട് അവനാകെ അലിഞ്ഞിട്ട് വെള്ളത്തിനോട് ചേർന്ന് പോവാണ്. അവൻ നശിച്ചു കഴിഞ്ഞു എന്ന് തന്നെ സ്പൈഡർമാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോ സ്പൈഡർമാൻ പിന്നീട് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. ഒരു വല്ലാത്ത രീതിയിലുള്ള സ്വഭാവമായിരുന്നു. ഈ സമയത്ത് ആ ഓണർ ചോദിക്കുന്നുണ്ട്, വാടക എവിടെയോ? എപ്പോഴും ശാന്തനായിട്ട് മറുപടി പറയുന്ന പീറ്റർ ഇപ്പൊ പറയണം, ആദ്യം പോയിട്ട് ആ വാതിൽ നന്നാക്കിയതാടാ, എന്നിട്ട് തരാം വാടക. അയാളാകെ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം പീറ്റർ പാർക്കർ ഇങ്ങനെയല്ല സംസാരിക്കുക. ഇപ്പൊ പാർക്കർ മുറിയിലേക്ക് ചെന്നിട്ടുണ്ട്. അവൻ കണ്ണാടിയിലേക്ക് നോക്കുകയാണ്. എന്തൊക്കെയോ മാറ്റങ്ങൾ അവന്റെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവനിപ്പോ അവന്റെ ആന്റിയെ കാണാനായിട്ട് ആന്റിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു കാര്യം പറയുകയാണ് കേട്ടോ. അതായത് സ്പൈഡർമാൻ ഇന്നലെ രാത്രി മാർക്കോയെ കൊന്നിട്ടുണ്ട്. എന്താണ് ആന്റി നിങ്ങൾക്ക് പറയാനുള്ളത്? മോനെ, ഞാൻ അതിനെക്കുറിച്ച് എന്താ പറയാ? സ്പൈഡർമാൻ ഒരാളെ കൊല്ലുമെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരാളെ കൊല്ലാനും മാത്രം അവൻ അങ്ങനെ അധപ്പതിച്ചു പോയോ? ഇത് കേട്ട സമയത്ത് പീറ്ററിന്റെ ഉള്ളിലേക്ക് ഒരു ഞെട്ടലാണ് കേട്ടോ വന്നത്. കാരണം ആന്റി ഇങ്ങനെ പറഞ്ഞു, താൻ അയാളെ കൊന്നു, എന്താണ് താൻ ഈ ചെയ്തത്? എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഇപ്പൊ പാർക്കർ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ പാർക്കർ എം ജെ ഒന്നും മൈൻഡ് ചെയ്യുന്ന വരെയില്ല, അവളൊന്നും വിളിക്കുന്നത് വരെയില്ല. അതുകൊണ്ട് തന്നെ എം ജെ ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഹാരിയെ എം ജെ വിളിക്കുകയാണ്. ഇന്ന് നീ ഫ്രീ ആണോ? നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നോട്ടെ എന്നൊക്കെ എം ജെ ചോദിക്കുന്ന സമയത്ത് ഹാരി
ഹാരി ചിരിച്ചുകൊണ്ട് തന്നെ പറയാണ് അതിനെന്താ വന്നോ. ഈ ഹാരിക്ക് EMGയുടെ ചെറിയൊരു കണ്ണുണ്ട്, കണ്ണെന്നല്ല ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ പീറ്ററിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പോ അവള് വിളിച്ചത് കൊണ്ട് തന്നെ അവനൊരു ഹാപ്പി ആവുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ പീറ്റർ അവന്റെ ഹൗസ് ഓണറിന്റെ അടുത്ത് പോയിട്ട് ക്ഷമ ചോദിക്കാൻ കേട്ടോ. ഇന്നലെ രാത്രി അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്, അതൊന്നും കുഴപ്പമില്ല മോനെ, നീ നല്ല കുട്ടി തന്നെയാണ് എന്നിപ്പോൾ അയാൾ പറയുന്നുണ്ട്. അയാൾ ആകെ പേടിച്ചു പോയിട്ടുണ്ട്, അതാണ് സത്യം. ഇതേ സമയം തന്നെ മേരി ജെയിൻ ഇപ്പൊ ഹാരിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവളെ കണ്ട സമയത്ത് തന്നെ അവൾക്ക് നല്ല ക്ഷീണം അതുപോലെ തന്നെ വിശപ്പുള്ളതായിട്ട് ഹാരിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്താലോ എന്നിപ്പോ ഹാരി ചോദിക്കാൻ കേട്ടോ. രണ്ടുപേരും കൂടിയിട്ട് നേരെ കിച്ചണിലേക്ക് പോവാണ്. പാട്ട് വെച്ച് എന്താ പറയാ ചെറിയ ഡാൻസ് എല്ലാം കളിച്ച് എൻജോയ് ചെയ്ത് തന്നെ ഫുഡ് ഉണ്ടാക്കുകയാണ്. രണ്ടുപേരും കൂടെ അതിങ്ങനെ കഴിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പതിയെ പതിയെ അതൊരു റൊമാൻസിലേക്ക് വരികയാണ്. പതിയെ അതൊരു ചുംബനത്തിലേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ മേരി ഇപ്പോ ഹാരിയോട് സോറി പറയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹാരി സോറി പറയാണ്, എന്നോട് ക്ഷമിക്കണം നീ പോവല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്തോ പാർക്കറിനെ ചതിക്കുന്നത് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാണ് കേട്ടോ, സോറിയും പറഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ ഹാരിക്ക് ചില മാറ്റങ്ങൾ അതിലൂടെ വരികയാണ്. അതായത് വിളിച്ച് വരുത്തിയിട്ട് ഓണില്ല എന്ന് പറഞ്ഞ അവസ്ഥയല്ലേ. അവനിപ്പോ വല്ലാതെ ടെൻഷൻ അടിക്കാണ് കേട്ടോ. ആ ഒരു ടെൻഷൻ മനസ്സിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവന്റെ ഇപ്പോഴത്തെ ആ ഒരു മറവിയൊക്കെ പോവാണ്. പഴയ ഓർമ്മകൾ വരികയാണ്. പാർക്കറിനോടുള്ള ആ ഒരു പക, ദേഷ്യം അത് വീണ്ടും വരികയാണ്. അവന്റെ അച്ഛൻ അവന്റെ മൈൻഡിലേക്ക് വന്ന് അവനോട് തന്നെ സംസാരിക്കാണ്, പീറ്ററിനെ കൊല്ല്, സ്പൈഡർമാനെ കൊല്ല്. അതിനുവേണ്ടി ആദ്യം തന്നെ കൊല്ലേണ്ടത് അവന്റെ ഹൃദയത്തെയാണ് നശിപ്പിക്കേണ്ടത്, അതായത് മേരി ജെയിനെ. ഇപ്പൊ ഹാരിയുടെ മുഖമൊക്കെ ആകെ മാറുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ മേരി അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പതിയെ ലൈറ്റ് ഇടാൻ നോക്കുന്ന സമയത്ത് ആര് വന്നിട്ട് അവളുടെ കഴുത്തിനങ്ങ് ഇറക്കി പിടിക്കുകയാണ്. നോക്കുമ്പോൾ അത് ഹാരി ആയിരുന്നു കേട്ടോ. അവള് ഞെട്ടിപ്പോവാണ്. അവൾക്ക് ഹാരി പറയുകയാണ്, പീറ്ററിനെ നിനക്ക് ജീവനോടെ വേണോ എങ്കിൽ ഞാൻ പറയുന്ന ആ കാര്യം മര്യാദക്ക് ചെയ്തോ. ഇതേ സമയം തന്നെ പീറ്ററിന്റെ അയൽവാസിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഇപ്പൊ പീറ്ററിന്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾക്കൊരു കോൾ ഉണ്ട്, അത് മേരി ജെയിൻ ആണ്, ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. പാർക്കർ ഇപ്പൊ ഓടി ചെന്നിട്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാണ്. ഈ സമയത്ത് മേരി പറയുന്നുണ്ട്, പാർക്കർ എനിക്ക് നിന്നെ ഒന്ന് കാണണം, ആ പാലത്തിന്റെ അടുത്തേക്ക് നീ ഒന്ന് വരണം. ഇപ്പൊ പാർക്കർ അവൾക്ക് ഐ ലവ് യു എന്ന് പറയുന്നതിന് മുന്നേ തന്നെ കോള് കട്ടായി പോവാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പാർക്കർ എത്തിയിട്ടുണ്ട്. അതിന്റെ മേലെ തന്നെ അവൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇപ്പൊ ക്ഷമ പറയാണ് പാർക്കർ, അന്നുണ്ടായ സംഭവത്തിലേക്ക് ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. ഈ സമയത്ത് അവൾ പറയാണ്, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് താല്പര്യമില്ല, ഈ ബന്ധം നമുക്ക് ഇവിടെ നിർത്താം. ഇപ്പൊ ആകെ ടെൻഷനായി പോവാണ് പാർക്കർ. നീ എന്തായി പറയുന്നത്, നമുക്ക് മുന്നോട്ടേക്ക് പോവാം, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ലേ, അത് ഞാൻ മാറ്റിക്കോളാം, ഞാൻ നന്നായിക്കോളാം. കരഞ്ഞുകൊണ്ട് തന്നെ പാർക്കർ പറയാണ് കേട്ടോ, ഈ മോതിരയില്ലേ അന്ന് ഞാൻ നിനക്ക് തരാൻ വേണ്ടി വെച്ചതാണ്, നീ ഒന്നും മിണ്ടാതെ പോയിക്കേ പാർക്കർ, ഞാൻ മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മേരി ജെയിൻ അവിടുന്ന് പോകാൻ കേട്ടോ. ആകെ തകർന്നു പോയി പാർക്കർ. ഈ ഒരു കാര്യം മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഹാരി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഹാരി പറഞ്ഞിട്ടാണ് ഈ ജെയിൻ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അത് പാർക്കറിന് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പാർക്കറും ഹാരിയും കൂടിയിട്ട് ഇപ്പൊ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. അതായത് ഹാരിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ പാർക്കറിന് അറിയില്ല. ഇപ്പൊ ഈ പീറ്ററിന്റെ അടുത്ത് ഈ ഹാരി പറയുകയാണ്, അവളുടെ ജോലി നഷ്ടമായ കാര്യം നീ അറിഞ്ഞോ? ഇല്ലല്ലോ, അത് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തന്നെ നിനക്കൊരു കാര്യം മനസ്സിലായില്ലേ, നിന്റെ അടുത്ത് അവള് പറഞ്ഞ അവൾ ഇഷ്ടമായിട്ടുണ്ട്, മറ്റൊരാളുമായിട്ട് അവൾ ബന്ധത്തിലാണ് എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ തന്നെയാണ്. നീ എന്തൊക്കെ ഈ ഹാരി പറയുന്നത്, നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് തന്നെ ഇപ്പൊ പാർക്കർ പറയാണ്. പെട്ടെന്ന് തന്നെ പാർക്കർ ആ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വല്ലാത്ത രീതിയിൽ തന്നെ ഈ ഹാരി അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യത്തിൽ തന്നെ പാർക്കർ ഇപ്പൊ ഹാരിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അവന് പെട്ടെന്ന് അങ്ങ് കാണാതാവുകയാണ് കേട്ടോ. പാർക്കർ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം, പക എല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള പാർക്കർ ആണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവുകയുള്ളൂ. പക്ഷേ അവന്റെ ഉള്ളിൽ ഇപ്പൊ ആരാ ഉള്ളത്, വെനമുണ്ട്. ഉള്ളിലുള്ള ആ ഒരു കോപത്തെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ ഹാരിയുടെ വീട്ടിൽ കാണിക്കുകയാണ് കേട്ടോ. ഹാരി വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഈ പാർക്കറിന്റെ ഹൃദയത്തെ മുറിച്ചു കളഞ്ഞില്ലേ, അവനെ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിച്ചില്ലേ. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ ആ ഒരു മദ്യമെല്ലാം കുടിച്ചുകൊടുക്കുന്ന സമയത്ത് അവന്റെ പിന്നിൽ പാർക്കർ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പാർക്കർ ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് അവന് അറിയില്ലായിരുന്നു. എന്നിടുന്നത് പോലെയുള്ള ആ ഒരു ചുവന്ന സ്യൂട്ട് ആയിരുന്നില്ല അവന്റെ ഉള്ളിൽ, ആ കറുത്ത സ്യൂട്ട് തന്നെയായിരുന്നു. ചിലപ്പോ ഹാരിയെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരു ഉഗ്രം ഫൈറ്റ് തന്നെ നടക്കുകയാണ് കേട്ടോ. ഹാരിയെ അടിച്ച് വീഴ്ത്തുകയാണ് സ്പൈഡർമാൻ. ഇപ്പോ നോർമൽ ആയിട്ടുള്ള പീറ്ററിന് ഒരിക്കലും അതിന് കഴിയില്ല, ഹാരി ഒന്ന് കൈവെക്കാൻ വരെ അവന് കഴിയില്ല. പക്ഷേ ഇത് നോർമൽ ആയിട്ടുള്ള പീറ്റർ പാർക്കർ അല്ലല്ലോ. പിന്നീട് വീണ് കിടക്കുന്ന ഹാരിയെ നോക്കിയിട്ട് സ്പൈഡർമാൻ കളിയാക്കുന്നുണ്ട് കേട്ടോ. നിന്റെ അച്ഛൻ്റെതുപോലെയുള്ള കോമാളിത്തരവുമായിട്ട് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട കേട്ടോ, അടിച്ച് കയ്യിലാക്കി തരും ഞാൻ. ഇപ്പൊ ഹാരി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബോംബ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഈ പാർക്കറിന് നേരെ എറിയുകയാണ് കേട്ടോ. പെട്ടെന്ന് പാർക്കർ അതായത് സ്പൈഡർമാൻ ആ ഒരു ബോംബിനെ അവന്റെ വല കൊണ്ട് പിടിച്ചിട്ട് അത് നേരെ ഹാരിയുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞേക്കാണ്. അവിടെ വെച്ച് തന്നെ അത് പൊട്ടിത്തെറിയാണ് കേട്ടോ. ഒന്നും മൈൻഡ് പോലും ആക്കാതെ അവിടെ നിന്നും പാർക്കർ ഇപ്പൊ തിരിച്ചു പോവാണ്. എത്രത്തോളമാണ് പാർക്കറിന്റെ അതായത് സ്പൈഡർമാന്റെ ആ ഒരു മനസ്സ് മാറിപ്പോയത് എന്നൊന്ന് നോക്കിയേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. പാർക്കറിന് ആകെ ഒരു മാറ്റാണ്. ടൗണിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് എന്താ പറയാ, ഒരു ഫ്രീക്കി പയ്യനെ പോലെയായിരുന്നു. പെൺകുട്ടികളൊക്കെ വായി നോക്കിയിട്ട് അവരെ കമന്റ് അടിച്ചുകൊണ്ട് അങ്ങനെ പോവാണ്. ആ സമയത്താണ് അവനൊരു പത്രം കാണുന്നത്. അതിലെ പ്രധാന വാർത്തയും അതുപോലെ തന്നെ അതിലെ പിക്ചറും എന്തായിരുന്നോ, കറുത്ത സ്പൈഡർമാൻ അവന്റെ കയ്യിൽ ഈ പൈസയുടെ ഒരു കെട്ട് തന്നെ ഉണ്ടായിരുന്നു, ബാഗിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നത് പോലെ. ആ ചിത്രത്തിന്റെ അടിയിൽ അത് എടുത്തത് ആരാണെന്നുള്ള പേരും ഉണ്ടായിരുന്നു കേട്ടോ, എഡ്ഡി ബ്രോക്സ്. ആഹാ, ഇങ്ങനെയൊക്കെ ഒപ്പിക്കാൻ മാത്രം നീ ആയോടാ എന്നൊരു ഭാവത്തിൽ പീറ്റർ പാർക്കർ നേരെ പോവുകയാണ് എങ്ങോട്ടേക്ക്, ആ ഒരു പത്രം ഓഫീസിലേക്ക്. ഇതേ സമയം തന്നെ അവിടെ എന്താ നടക്കുന്നത്, ഈ എഡ്ഡി ബ്രോക്സിന് ജോലി സ്ഥിരമായിട്ടുണ്ട്, അത്യാവശ്യം നല്ല സാലറി
തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേരും പ്രശസ്തിയും എല്ലാവരും അവനെ പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ആ മുതലാളിയായിട്ടുള്ള ജെയിംസ് വരെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പാർക്കർ എത്തുന്നത്. അവന്റെ കോളറിനെ പിടിച്ച് ചുമരിലേക്ക് അങ്ങ് കുത്തുകയാണ് കേട്ടോ. നീ എന്താ കാട്ടി വെച്ചത് എന്ന് നിനക്കറിയോ? ഇപ്പോ അവൻ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു കാര്യം അവന് തന്നെ സ്പൈഡർമാൻ കാണിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ, അതായത് ചുവന്ന സ്യൂട്ടിൽ നിൽക്കുന്ന സ്പൈഡർമാൻ, അതിന് കറുപ്പ് കളറാക്കി മാറ്റി എന്നിട്ട് പൈസയുടെ ഓരോ കെട്ടുകളൊക്കെ അതിൽ എഡിറ്റ് ചെയ്ത് ചേർത്തതാണ്. ഈ സമയത്ത് ഈ എഡ്ഡി ബ്രൂക്സ് പറയുന്നത്, ദയവ് ചെയ്ത് പീറ്റർ പാർക്കർ നീ ഈ കാര്യം അവർക്ക് പറയല്ലേ, എന്റെ ലൈഫ് തന്നെ ഇവിടെ തീർന്നു പോകും. നിന്റെ ലൈഫ് തീർന്ന എനിക്കെന്ത് തേങ്ങയാടാ എന്നിപ്പോ പാർക്കർ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ അവിടെ ഉള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സ്പോട്ടിൽ തന്നെ എഡ്ഡി ബ്രൂക്സിന്റെ ജോബ് പോവുകയാണ് കേട്ടോ. ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജെയിംസിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും ഇറങ്ങി പോടാ എന്ന് പറഞ്ഞിട്ട് ആട്ടി വിടുകയാണ് ഇപ്പൊ എഡ്ഡി ബ്രൂക്സിനെ. പീറ്റർ പാർക്കറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവനാകെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അയൽവാസിയായിട്ടുള്ള ഓണറിന്റെ മകളുണ്ടല്ലോ, അവൾക്ക് ഈ പാർക്കറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടമൊക്കെ മുതലാക്കിക്കൊണ്ട് അവളെ വല്ലാതെ യൂസ് ചെയ്യാണ് പാർക്കർ. ഇപ്പൊ നല്ല പാർക്കർ ഒരിക്കലും അത് ചെയ്യില്ല. അവളെ കൊണ്ട് ഇപ്പോ എന്താ പറയാ, ബിസ്ക്കറ്റ് കൊണ്ടുപോവാ, പിസയുടെ ഒരു കഷ്ണം കൊണ്ടുപോവാ, പീനട്ട് കൊണ്ടുപോവാ, ആ കൊണ്ടുപോവാ, ജ്യൂസ് കൊണ്ടുപോവാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവളിപ്പോ അതെല്ലാം വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്തു കൊടുക്കാണ് കേട്ടോ. ഇവന്റെ ഉള്ളിലും അതുപോലെ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നാണ് ആ ഒരു പെൺകുട്ടി വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇതേ സമയത്ത് തന്നെ പീറ്ററിന്റെ പ്രൊഫസർ അവനെ വിളിക്കാണ്, കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഒരു വസ്തുവിനെ പരീക്ഷ നോക്കിയത് എനിക്കൊരു കാര്യം മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ അത് എവിടെയാണോ ഉള്ളത് അതിനെ നീക്കം ചെയ്ത് കളയുക. എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ്. പക്ഷെ പാർക്കർ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അതുള്ളത് എവിടെയാ? പാർക്കറിന്റെ ആ ഹൃദയത്തിൽ തന്നെയാണ്, അവന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ്. ഓരോ ദിവസം ഓരോ സമയം കഴിയുന്തോറും പാർക്കറിന്റെ സ്വഭാവം വളരെയധികം വൃത്തികെട്ട രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവന്റെ നടത്തത്തിലും എല്ലാത്തിലും പെൺകുട്ടികളൊക്കെ വല്ലാത്ത രീതിയിൽ കമന്റ് അടിച്ചുകൊണ്ടാണ് നടത്തൊക്കെ. എപ്പോഴും ജെയിംസിന്റെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മുന്നിൽ ഇരന്നു നിൽക്കുന്ന നമ്മുടെ പാർക്കർ ഈ ജെയിംസിന്റെ കസാലയിൽ ഇരുന്ന് കാലും കയറ്റി വെച്ചാണ് ഇരിക്കുന്നത്. പിന്നീട് പറയാണ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ കൊണ്ടുതരും. സ്പൈഡർമാന് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തരുന്നതിന്റെ ഇരട്ടി ചാർജ് തരുമെങ്കിൽ മാത്രം മതി ഇനിയത്തെ പരിപാടി കേട്ടോ. അയാൾക്ക് അത് സമ്മതിക്കല്ലാതെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ കൂടി ഒരു കുത്തഴിഞ്ഞ ജീവിതം തന്നെയാണ് ഇപ്പൊ പാർക്കറിനുള്ളത്. ഇതേ സമയം തന്നെ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഓവിച്ചാലിലൂടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൽ നിന്നും ഒരാളിപ്പോ ഉയർത്തെഴുന്നേൽക്കുകയാണ് കേട്ടോ. മറ്റാരുമല്ല, മാർക്കോ തന്നെ, സാൻഡ്മാൻ തന്നെ. അവൻ അങ്ങനെയൊന്നും നശിക്കില്ല, കാരണം അത് വെറും മണലല്ലേ. അതിലെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഉയർത്തെഴുന്നേറ്റൂടെ. ഇപ്പൊ മാർക്കോ അവന്റെ കയ്യിലുള്ള ആ ഒരു ചെയിനിലേക്ക് നോക്കുകയാണ് കേട്ടോ. അവന്റെ മകനെ നോക്കുകയാണ്. അവന്റെ മകന് ജീവിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിച്ചു കൊടുക്കണം. ഒരു അച്ഛനെന്ന രീതിയിൽ അതിനുവേണ്ടി മാത്രമാണ് മാർക്കോ ഈ മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. മാർക്കോയുടെ പിന്നിൽ നല്ലൊരു കഥ ഉണ്ട് കേട്ടോ. അത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് വരെ കാണാതിരിക്കാൻ ശ്രമിക്കുക. ഇതേ സമയം തന്നെ പീറ്റർ പാർക്കർ ആ ഒരു മേഴ്സി ഉണ്ടല്ലോ, അവന്റെ ക്ലാസ്മേറ്റ്, അവളുമായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഇപ്പൊ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. പ്രത്യേകം പെർമിഷൻ ഉള്ള റിസർവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോവുള്ളൂ. എന്നിരുന്നാലും അവിടെയുള്ള സ്റ്റാഫിനൊക്കെ കൈമടക്ക് കൊടുത്തിട്ട് റിസർവ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ തന്നെ അവൻ കൈക്കലാക്കാണ് കേട്ടോ. യഥാർത്ഥ പാർക്കർ ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യേയില്ല കേട്ടോ. കാരണം ഈ കാണിക്കുന്നതൊക്കെ ഒരു തരത്തിലുള്ള ഒരു വലിയ അനീതി തന്നെയാണ്. ഇങ്ങോട്ടേക്ക് തന്നെ ആ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് പാർക്കർ വന്നതിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സ്ഥലത്താണ്, ഈ ബാറിലാണ് ഇപ്പൊ പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ മേരി ജെയിൻ ഉള്ളത്. അവളെ കണ്ട സമയത്ത് മേഴ്സി ചോദിക്കുന്നുണ്ട്, അവളെ നിന്റെ പഴയ കാമുകിയല്ലേ, ഗേൾ ഫ്രണ്ട് അല്ലേ? അതൊക്കെ പഴയത്, ഇപ്പൊ അതൊന്നും ഇല്ലടി. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ വെച്ച് ഈ മേരി ജെയിൻ പാട്ട് പാടാൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ പാർക്കർ ആ ഒരു ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പിയാനോ വായിക്കാണ് കേട്ടോ. അതായത് ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ അവളിൽ നിന്ന് മാറിയിട്ട് നേരെ പാർക്കറിലേക്ക് പോവാണ്. പാർക്കർ പിന്നീട് ആ ഒരു ഒക്കെ വായിച്ചിട്ട് അതിനുശേഷം അവിടെ വെച്ച് നൃത്തം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഒരു പ്ലേ ബോയിയെ പോലെ എല്ലാ പെൺകുട്ടികളും വല്ലാത്തൊരു ആകർഷണീയത തോന്നുകയാണ് ഈ പാർക്കറിനോട്. പിന്നീട് പാർക്കർ അവന്റെ കോട്ട് ഊരിക്കൊണ്ട് തന്നെ മേരി ജെയിന്റെ നേരെ ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അവന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മേഴ്സി എടുക്കാണ്, അവളുടെ കൂടെ ഡാൻസ് ചെയ്യാണ്. മേരി ജെയിൻ ഇതെല്ലാം കണ്ടിട്ട് ആകെ അമ്പരം നിൽക്കുകയാണ്, ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ മേഴ്സി, ഇപ്പൊ പാർക്കറിനെ നോക്കിയിട്ട് പറയുകയാണ്, എല്ലാ പാർക്കർ നീ എന്താ ഈ ചെയ്യുന്നത്? നിന്റെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അവളെ കാണിക്കാനാണെന്ന് എന്നെ വിട്ടേക്ക്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോവാണ്. അതായത് അവൾക്കും ഉണ്ടാവില്ലേ ഒരു ആത്മാഭിമാനൊക്കെ. ഇപ്പൊ പാർക്കർ ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് മേരി ജെയിൻ പറയുന്നുണ്ട്, പാർക്കർ എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇപ്പൊ അവളോട് സംസാരിക്കാനായിട്ട് തന്നെ പാർക്കർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവൾ അതിന് വലിയ സമ്മതമൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ അവളങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ആ ഒരു ബാറിന്റെ ഓണർ അങ്ങോട്ടേക്ക് വരികയാണ്, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ അല്ലെങ്കിൽ നല്ല തല്ല് കിട്ടുമെന്നൊക്കെ പാർക്കറിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അയാൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിക്കുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് വന്നിട്ട് ഇപ്പൊ പാർക്കറിനെ പിടിക്കുകയാണ്. പാർക്കർ പറയുന്നുണ്ട്, മര്യാദക്ക് എന്റെ ദേഹത്ത് നിന്ന് കൈയെടുത്തോ. ആ സമയത്ത് തന്നെ അയാളുടെ മറ്റേ കൈയും കൂടെ പാർക്കറിന്റെ ദേഹത്തേക്ക് പിടിക്കുകയാണ് കേട്ടോ. ദേഷ്യം വന്നു, പിന്നെ ഒന്നും നോക്കിയില്ല, അറഞ്ചം പുറഞ്ഞിട്ട് കിട്ടാണ് അയാൾക്ക്. എല്ലാ ഗാർഡ്സും ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പെട പാർക്കറിന്റെ കയ്യിൽ നിന്ന് കിട്ടാണ്. എവിടെ പോയി പാർക്കറിന്റെ ആ ഒരു നീതി, ന്യായം എല്ലാം എവിടെ പോയി? ഇപ്പൊ അങ്ങോട്ടേക്ക് അവന് പിടിച്ചു മാറ്റാനായിട്ട് തന്നെ എം ജെ വരികയാണ്. ആളറിയാതെ തന്നെ എം ജിയുടെ മുഖത്ത് നോക്കിയാണ് സ്പൈഡർമാൻ ഒരൊറ്റ അടി കൊടുക്കുകയാണ്. സ്പൈഡർമാൻ അല്ല, പീറ്റർ പാർക്കർ നിലത്ത് വീണ് കിടക്കുന്നത്. ഇപ്പൊ മേരി ജെയിൻ ചോദിക്കുന്നുണ്ട്, പാർക്കർ എന്താണ് നിനക്ക് സംഭവിച്ചത്? പീറ്റർ പാർക്കർ എവിടെയാണ്? അവൻ എന്ത് സംഭവിച്ചു? ഈ സമയത്താണ് പാർക്കർ ആ ഒരു സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. താൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്?
ഓടുന്നത്. എന്താണ് തനിക്ക് സംഭവിച്ചത്? അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചർച്ചിന്റെ ഉള്ളിൽ നിന്ന് മണിമുഴക്കം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ അവൻ വിചാരിക്കുകയാണ്. ഓടിച്ചെന്നു ആ ഒരു പള്ളിയുടെ മുകളിലേക്ക് അവൻ കയറുകയാണ്. ദുഃഖത്തിലും നിരാശയോടും കൂടിയിട്ട് അതിന്റെ മുകളിൽ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ഈ ഒരു ചർച്ചിലേക്ക് മറ്റൊരാൾ കൂടി വരുന്നുണ്ടായിരുന്നു, എഡ്ഡി ബ്രോക്സ്. അവനിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരേ ഒരു തവണ എനിക്കൊരു ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിച്ചു തരുമോ? അവന്റെ ഉള്ളിലെ ആഗ്രഹമാണ് കേട്ടോ. അതിപ്പോ പറയാണ്, എനിക്ക് അവനെ കൊല്ലണം, പീറ്റർ പാർക്കറിനെ എന്നിങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പക്ഷെ അവന് പോലും അറിയില്ലായിരുന്നു അതിനുള്ള ആ ഒരു സാഹചര്യം അവൻ ഇപ്പൊ തന്നെ കിട്ടാൻ പോവുകയാണെന്ന്. ഇതേ സമയം ചർച്ചിന്റെ മുകളിൽ വെച്ച് തന്നെ പീറ്റർ പാർക്കർ അവന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു കറുത്ത വസ്തുവെ വലിച്ചു കളയാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ദുഷ്ടശക്തിയെ അത്ര പെട്ടെന്നൊന്നും അവനങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. ഇതെന്താണെന്ന് പോലും അവൻ അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു വെപ്രാളത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ മണി ഉണ്ടല്ലോ, അതിൽ പോയി അടിക്കാണ് പീറ്റർ. ആ മണിനാഥം പതുക്കെ മുഴകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ശബ്ദത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വൈബ്രേഷനിൽ ഈ വെനം ഉണ്ടല്ലോ പതിയെ പതിയെ പാർക്കറിന്റെ ദേഹത്ത് നിന്നും വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു ശബ്ദം എല്ലാം കേട്ടിട്ട് താഴെ ഉണ്ടായിരുന്ന നമ്മുടെ എഡ്ഡി ബ്രോക്സ് ഉണ്ടല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ മുകളിലായിട്ട് പീറ്റർ പാർക്കറിനെ അവൻ കാണുകയാണ്. അവന് മനസ്സിലായി സ്പൈഡർമാൻ എന്നുള്ളത് ഈ പീറ്റർ പാർക്കർ തന്നെയാണ്. അതുപോലെ തന്നെ അവൻ നോക്കി നിൽക്കെ മുകളിൽ നിന്ന് വന്ന ആ ഒരു സിംബയോട്ട് ഉണ്ടല്ലോ അത് നേരെ ഇപ്പൊ എഡ്ഡി ബ്രോക്സിന്റെ ദേഹത്തേക്ക് വലിഞ്ഞ് കയറുകയാണ്. അവൻ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് ഇപ്പൊ എഡ്ഡി ബ്രോക്സിനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെനം. അത് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് എഡ്ഡി ബ്രോക്സിനെ തന്നെ അല്ലേ? ആ ഒരു സിംബയോട്ട് ഉള്ളിൽ കയറിയ എഡ്ഡി ബ്രോക്സ് ഇപ്പൊ വല്ലാത്തൊരു രീതിയിൽ ചിരിക്കാണ് കേട്ടോ. ഇതേ സമയത്ത് പീറ്റർ അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവനിപ്പോ നന്നായിട്ടൊന്ന് കുളിക്കാണ് കേട്ടോ. മനസ്സും അതുപോലെ തന്നെ ശുദ്ധിയാക്കുകയാണ്. അതേ സമയത്ത് തന്നെ അവന്റെ ആന്റി ഒന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആന്റിയോട് ഇപ്പൊ അവന്റെ എല്ലാ വിഷമങ്ങളും തുറന്ന് പറയാണ് കേട്ടോ. അവൻ കുറച്ചേരം ഇരുന്ന് കരയാണ്. എന്നിരുന്നാലും ആ ഒരു ശക്തിയുടെ കയ്യിൽ നിന്നും അവനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ, നല്ലൊരു മനുഷ്യനാകാൻ കഴിഞ്ഞല്ലോ. ഇനി അവൻ പഴയതുപോലെ തന്നെ നല്ല കുട്ടിയായിരിക്കും കേട്ടോ. ഇതേ സമയം തന്നെ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഈ പീറ്ററിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എഡ്ഡി ബ്രോക്സ് അവനിപ്പോ വെനത്തിനെ പോലെ ആയിട്ട് അതിലൂടെ ഇങ്ങനെ തൂങ്ങിയാടി നടക്കുകയാണ്. അവനിങ്ങനെ മാർക്കോയെ ഫോളോ ചെയ്ത് അവന്റെ പിന്നാലെ തന്നെ പോവാണ് കേട്ടോ. ദേഷ്യം വന്ന മാർക്കോ ഇപ്പൊ അവനെ പിടിച്ചൊരു ഏറ് കൊടുക്കുകയാണ്. മാർക്കോയുടെ മുഖത്ത് നോക്കിയിട്ട് വെനം ഉറക്കൻ അലറുകയാണ് കേട്ടോ. പിന്നീട് അവൻ മാർക്കോയോട് സാൻഡിമാന്റെ അടുത്ത് പറയാണ്, ഞാൻ സ്പൈഡർമാൻ അല്ല, അവൻ എന്റെ ശത്രുവാണ്. എനിക്ക് അവനെ കൊല്ലണം. എന്റെ കൂടെ നിൽക്കാൻ നിനക്ക് പറ്റുമോ? നമുക്കൊരുമിച്ച് അവനെ ഇല്ലാതാക്കാം. പൊതുവായ ശത്രു ആയതുകൊണ്ട് തന്നെ സാൻഡിമാൻ അവനിപ്പോ കൈ കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ പീറ്റർ പാർക്കർ അവനിപ്പോ പുതിയൊരു മനുഷ്യനായല്ലോ, പഴയതുപോലെ തന്നെ ആയില്ലേ. അവനിപ്പോ മേരി ജെയിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവൾ വലിയ മൈൻഡ് ആക്കുന്നൊന്നും ഇല്ല കേട്ടോ. അവനൊരു ദുഃഖത്തോടു കൂടെ തന്നെ തിരിച്ചു പോവാണ്. മേരി ജെയിൻ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവൾ തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു. അവളിപ്പോ ഒരു ടാക്സിയിൽ കയറുകയാണ്. പക്ഷെ ആ ടാക്സിയിൽ ഉണ്ടായിരുന്നത് എഡ്ഡി ബ്രോക്സ് ആയിരുന്നു കേട്ടോ. അവൾ അവിടെ വെച്ച് തന്നെ തട്ടിക്കൊണ്ടുപോവാണ്. പിന്നീട് വാർത്തകളിലൊക്കെ ഒരു കാര്യം നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് നഗരത്തിന്റെ ഒരു ഭാഗത്ത് വല പോലെ എന്തോ ഒന്ന് കെട്ടിയിട്ട് അതിലൊരു കാറ് കുടുക്കി വെച്ചിരിക്കുകയാണ്. അതിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് മേരി ജെയിൻ എന്നാണ്. ഈ ഒരു വാർത്ത സ്പൈഡർമാൻ അതായത് പീറ്റർ പാർക്കറും അതുപോലെ തന്നെ ഹാരിയും കാണുന്നുണ്ട്. സ്പൈഡർമാൻ അവന്റെ ആ ഒരു ചുവന്ന ഡ്രസ്സ് തന്നെ ധരിക്കുകയാണ്. നേരെ പോകുന്നത് ഹാരിയുടെ അടുത്തേക്കാണ് കേട്ടോ. അവന്റെ അടുത്ത് സഹായം ചോദിക്കുകയാണ്. കാരണം നേരിടാൻ പോകുന്നത് ചില്ലറക്കാരനല്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഹാരി അതിനെ എതിർക്കുകയാണ് കേട്ടോ. നീ കാട്ടിവെച്ച ഈ മുഖം കണ്ടോ, എന്നിട്ട് എന്റെ അടുത്ത് നിനക്ക് ചോദിക്കാൻ തോന്നിയല്ലോ, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഹാരി ഇപ്പോ സ്പൈഡർമാൻ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ഈ ഹാരിയുടെ അച്ഛന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു സർവന്റ് ഉണ്ടല്ലോ, വൃദ്ധനായ മനുഷ്യൻ പറയാണ്, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിനക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം. നിന്റെ അച്ഛൻ മരിച്ചന്ന് അദ്ദേഹത്തിന്റെ മുറികളൊക്കെ ഞാനാണ് വൃത്തിയാക്കിയത്. ആ മുറിവ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ തന്നെ ആയുധം വെച്ചാണ് ആ മുറിവുകൾ ഉണ്ടായത്. അതായത് പീറ്ററിനെ കൊല്ലാൻ നോക്കിയപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചതായിരിക്കണം, പീറ്റർ അല്ല അദ്ദേഹത്തെ കൊന്നത്. സത്യം എന്താണെന്ന് ഇപ്പോ ഹാരി മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ സ്പൈഡർമാൻ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വെനം അതായത് എഡ്ഡി ബ്രോക്സ് ഉണ്ടാക്കി വെച്ച ആ ഒരു വലയിൽ നിന്നും അവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും എഡ്ഡി ബ്രോക്സ് അങ്ങോട്ടേക്ക് വരികയാണ്. അവൻ ഭയങ്കര പവർഫുൾ ആണ്. കാരണം അവന്റെ ദേഹത്തിരിക്കുന്ന സിംബയോട്ട് അത് സാധാരണ ഒരാളല്ലല്ലോ. അതിപ്പോ സ്പൈഡർമാനെ ആ മുകളിൽ തന്നെ ഒരു ഭാഗത്ത് പിടിച്ചു വെക്കുകയാണ് കേട്ടോ. അവനെ മർദ്ദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേരി ജെയിൻ ആണെങ്കിൽ ആ ഒരു കാറിൽ നിന്നും താഴേക്ക് വീഴാനായിട്ടുണ്ട്. അവള് വീഴുന്നത് വരെ കാത്തിരിക്കുകയാണ് ഇപ്പൊ വെനം. ഇപ്പോ ഈ വെനത്തിന്റെ അതായത് എഡ്ഡി ബ്രോക്സിന്റെ അടി കൊണ്ട് തന്നെ അവൻ താഴേക്ക് വീഴാണ്. അവൻ നേരെ ചെന്ന് വീണത് ഒരു കൂട്ടം മണലിലേക്കായിരുന്നു. ആ മണലൊക്കെ ഇപ്പൊ കൂടിച്ചേരുകയാണ്. അത് ആ ഒരു ഭീകരനായി മാറുകയാണ്. മാർക്കോ എന്ന ആ ഒരു മണൽ മനുഷ്യൻ ഇപ്പോ എഡ്ഡി ബ്രോക്സ് വന്നിട്ട് ഈ സ്പൈഡർമാനെ പിടിച്ചു വെച്ചു കൊടുക്കുകയാണ് ഒരു ഇരുമ്പ് കമ്പിയുടെ മുകളിലായിട്ട്. ഇപ്പൊ മാർക്കോ അതായത് സാൻഡിമാൻ അവന്റെ വലിയ കൈകളാക്കിയിട്ട് സ്പൈഡർമാനെ നെഞ്ച് തന്നെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ ആകെ തളർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഈ സാൻഡ്മാന്റെ ചെവിയുടെ ഭാഗത്ത് എന്തോ ഒന്ന് വൈന്ന് കയറി നിൽക്കുകയാണ്. ടി 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 എന്നുള്ള ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് അതങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. സാൻഡ്മാന്റെ തലയുടെ ഒരു ഭാഗം അടന്നങ്ങ് പോയി. എല്ലാവരും നോക്കുമ്പോ എന്താ അത് ഹാരി ആയിരുന്നു കേട്ടോ. ഹാരി ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരുപാട് ബോംബുകൾ ഈ സാൻഡ്മാനെ നേരെ അറിയാണ് അവനെ ആകെ
തകർത്ത് കളയാണ്. ഹാരി ഇപ്പോ സ്പൈഡർമാന്റെ മുന്നിലേക്ക് വരികയാണ്. അതായത് എല്ലാ തെറ്റും അവന് മനസ്സിലായി എന്നൊരു രീതിയിൽ സ്പൈഡർമാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് രണ്ടുപേര് കൈ കോർത്ത് പിടിക്കുകയാണ്. രണ്ട് ചങ്ങാതിമാര് അവർ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ സാൻഡ്മാനെയും അതുപോലെ തന്നെ ഈ വെനത്തിനെയും എഡ്ഡി ബ്രോക്സിനെയും നേരിടുകയാണ്. ഹാരി ഇപ്പോ മണൽ മനുഷ്യന്റെ അതായത് മാർക്കോയുടെ പിന്നാലെയാണ് കേട്ടോ. സ്പൈഡർമാൻ ആണെങ്കിലോ വെനത്തിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്പൈഡർമാന് അവനോടൊന്ന് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ സ്പൈഡർമാന്റെ രണ്ട് കൈയും അവന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു വഴുവഴുപ്പുള്ള സാധനം കൊണ്ട് കെട്ടിവെക്കാണ്. സ്പൈഡർമാൻ അത് പൊട്ടിക്കാനൊന്നും കഴിയുന്നില്ല. എന്നിട്ട് കൂർത്ത ഒരു ഇരുമ്പിന്റെ കമ്പിയുമായിട്ട് സ്പൈഡർമാന് നേരെ വരികയാണ്, അവനെ കുത്തി കൊല്ലാനായിട്ട് തന്നെ. അപ്പോഴേക്കും ഹാരി ഈ സാൻഡ്മാനെ വിട്ടിട്ട് പീറ്ററിനെ അതായത് നമ്മുടെ സ്പൈഡർമാനെ രക്ഷിക്കാനായിട്ട് ഓടി വരികയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ എഡ്ഡി ബ്രോക്സിനെ വെനത്തിനെ തട്ടി മാറ്റിയാണ്. ഹാരിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടല്ലോ, അത് നിലത്ത് വീഴാണ്. ഹാരി നിലത്ത് വീഴാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഇരുമ്പ് കമ്പികൾ നിലത്ത് വീഴാണ് കേട്ടോ. ആ സമയത്ത് സ്പൈഡർമാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. എഡ്ഡി ബ്രോക്സിന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു കറുത്ത വസ്തു ആ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് തെറിച്ച് വരികയാണ്. പെട്ടെന്ന് സ്പൈഡർമാന്റെ മൈൻഡിലേക്ക് ആ ഒരു കാര്യം ഓർമ്മ വരികയാണ്. അവിടെ വെച്ച് അന്ന് മണി മുഴങ്ങിയപ്പോ അല്ലേ ശരീരത്തിൽ നിന്നും ഈ സാധനം വിട്ടുപോയത്. അപ്പോ ഈ ഇരുമ്പിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ പെട്ടെന്ന് കൊല്ലാൻ കഴിയുന്നുള്ള ഐഡിയ ഈ സ്പൈഡർമാൻ വരികയാണ്. അപ്പോഴേക്കും ഈ ഹാരിയുടെ ആ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് സ്പൈഡർമാനെ കുത്തി കൊല്ലാനായിട്ട് തന്നെ വെനം ചാടി വരികയാണ്. പെട്ടെന്ന് ഈ പീറ്ററിന്റെ മുന്നിലേക്ക് ഹാരി ചെന്ന് നിൽക്കുകയാണ് കേട്ടോ. ഹാരിയുടെ നെഞ്ചിലേക്ക് തന്നെ ആ കമ്പി അങ്ങ് തുളച്ച് കയറുകയാണ്. ആദ്യം ഒന്ന് പീറ്റർ പാർക്കർ ഷോക്കായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നീട് എങ്ങനെയൊക്കെയോ ഉള്ള ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ആ രണ്ട് കയറുകൾ അതായത് വെനം അവന് കെട്ടിവെച്ച കയറുകളൊക്കെ വലിച്ച് പൊട്ടിക്കുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കമ്പികളുണ്ടല്ലോ അതെടുത്തിട്ട് ഈ വെനത്തിന്റെ ചുറ്റും അങ്ങ് കുത്തി വെക്കുകയാണ്. അവൻ ഏത് ദിശയിലേക്കാണോ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് ആ ഭാഗത്ത് തന്നെ ആ ഇരുമ്പ് കമ്പികൾ കുത്തി അങ്ങ് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കൂട് പോലെ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ എഡ്ഡി ബ്രോക്സ് അതായത് വെനം ഉള്ളത്. ആ കമ്പികൾക്കൊക്കെ ഇറക്കി അടിക്കുകയാണ് ഇപ്പൊ പീറ്റർ. ആ ഒരു ജന്തു വല്ലാതെ തന്നെ അലറുകയാണ്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നും വല വിട്ടിട്ട് ഈ പാർക്കർ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എഡ്ഡി ബ്രോക്സിനെ പുറത്തേക്ക് വലിച്ചെടുത്തു. പിന്നീട് ഈ ഹാരി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബോംബ് ഉണ്ടല്ലോ അത് ഈ ജീവിക്കുന്നവരെ എറിഞ്ഞു കൊടുക്കാണ് കേട്ടോ. വല്ലാത്തൊരു ജീവി തന്നെ അതിങ്ങനെ എഴുന്നേറ്റ് നിന്ന് അലറുകയായിരുന്നു. ഇപ്പൊ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എഡ്ഡി ബ്രോക്സ് ആ ഒരു ജീവിയുടെ ഉള്ളിലേക്ക് വീണ്ടും പോവാണ് കേട്ടോ. ആ ഒരു ജീവിയോടടക്കം എഡ്ഡി ബ്രോക്സും ആ ഒരു ബോംബിൽ പൊട്ടിത്തെറിച്ച് മരിച്ചു പോവാണ്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് കണ്ടപ്പോൾ ഈ സാൻഡ്മാൻ ഉണ്ടല്ലോ മാർക്കോ ഇപ്പൊ പതിയെ പാർക്കറിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അവനെ ഉപദ്രവിക്കാനൊന്നുമല്ല. മാർക്കോ ഒരു കാര്യം അവന്റെ അടുത്ത് പറയാണ്. നിന്റെ അങ്കിൾ ബെഞ്ചിനെ കൊന്നത് ഞാനല്ല, അതെന്റെ കൂട്ടുകാരൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ കാറിൽ നിന്ന് പുറത്തിറക്കിയത് ഞാനായിരുന്നു കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് തന്നെ എന്റെ മനസ്സിനെ അത് വല്ലാതെ ആകർഷിച്ചു. എന്റെ മനസ്സിൽ ഒരു പുതിയ മനുഷ്യനാവണം എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അവൻ വന്നു നിന്റെ അപ്പൂപ്പനെ നിന്റെ അങ്കിളുടെ ഷൂട്ട് ചെയ്തു. ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നീറിയാണ് ഞാൻ ജീവിച്ചത്. അന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നീ എന്റെ അടുത്ത് ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിരുന്നാലും എനിക്കിത് പറഞ്ഞേ മതിയാവുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ സാൻഡ്മാൻ അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നീട് പാർക്കറും അതുപോലെ തന്നെ മേരി ജെയിനും നേരെ ഹാരിയുടെ അടുത്തേക്കാണ് പോകുന്നത്. നെഞ്ചിൽ കുത്തേറ്റാണല്ലോ അവൻ കെടുക്കുന്നത്. ഒരു കുറ്റബോധത്തോടു കൂടി തന്നെ ഹാരി അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ അവൻ മാപ്പും ചോദിക്കാണ് കേട്ടോ. അങ്ങനെ പതിയെ ഹാരി മരണത്തിലേക്ക് വീഴാണ്. രണ്ടുപേരും നിന്ന് കരയാണ് ഇപ്പോ. അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇപ്പൊ ഹാരിയുടെ ആ ഒരു മൃതദേഹം അടക്കം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ബാറിൽ പാടിക്കൊണ്ടിരിക്കുന്ന മേരി ജെയിനെയാണ്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടമായിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ജോലി വേണമല്ലോ. പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അവളെ കാത്തുകൊണ്ട് തന്നെ പുറത്ത് നമ്മുടെ പീറ്റർ പാർക്കർ ഉണ്ടായിരുന്നു. അവനിപ്പോ ഒരുപാട് നാളായിട്ട് കാത്തു വെച്ചിരുന്ന ആ ഒരു മോതിരം അവൾക്ക് കൈമാറുകയാണ്. അവരുടെ എൻഗേജ്മെന്റ് അവിടെ വെച്ച് തന്നെ നടക്കുകയാണ് കേട്ടോ. കുറെ കാലമായി രണ്ടുപേരും ഒരുമിക്കാനായിട്ട് കാത്തിരിക്കുന്നു. അതിപ്പോ നടന്നിരിക്കുകയാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് തന്നെ സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. എങ്ങനെ സിനിമ ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.